ഹായ് ഡിയേഴ്സ്, എൻ്റെ ഒരു ചെറിയ വലിയ സന്തോഷത്തെക്കുറിച്ചാട്ടോ എനിക്ക് നിങ്ങളോടിന്ന് പറയാനുള്ളത്. എൻ്റെ 10ാം ക്ലാസ് വെക്കേഷൻ തൊട്ടുള്ള വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് തയ്ക്കാൻ പഠിക്കണം എന്ന്. പിന്നെ ഞാൻ പല വെക്കേഷൻസും കടന്നുപോയി. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ഇപ്രാവശ്യത്തെ വെക്കേഷന് ഞാൻ തയ്യൽ പഠിക്കാൻ ചേർന്നിരുന്നു. വെറുതെ നമ്മുടെ ഡ്രസ്സൊന്ന് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ എങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞു പോയ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തയ്ക്കാനും ഓൾറെഡി തയ്ച്ചിടുകയൊക്കെ ചെയ്തു കേട്ടോ. അതിനൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് തരുന്ന പോലെ ക്ലാസ്സസ് സിസ്റ്റർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പള്ളിയുടെ മഠത്തിനോട് ചേർന്നിട്ടാണ് തയ്യൽ ക്ലാസ് നടക്കുന്നത്. പിന്നെ തയ്യൽ പഠിക്കുക, അത് പഠിച്ചതും അതിനേക്കാൾ ഒരു സന്തോഷമാണ് സിസ്റ്ററിനോട് കുറേ നേരം നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നും. നമുക്കുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന് സിസ്റ്റർ പറയായിരുന്നേ, പിന്നെ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ നടക്കുന്നത് കാണാം. പക്ഷേ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാൽ കത്തുന്നത് പോലെ ആയിരിക്കും ആളുകളുടെ മനസ്സെന്ന്. ശരിയല്ലേ? നമ്മളും ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ച് പുറത്ത് ചിരിച്ചല്ലേ നടക്കുന്നത്. അപ്പോൾ സിസ്റ്റർ പറയായിരുന്നു, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം. വെട്ടിപ്പിടിക്കുന്നതും നേടിയെടുക്കുന്നതും അതിനേക്കാളൊക്കെ ഉപരിയായിട്ടെന്ന്. അപ്പം ഞാൻ ഓർത്ത് നേരാ, നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ തയ്യൽ ക്ലാസ്സിലുള്ള കുട്ടിക്ക് BPharm റിസൾട്ട് വന്നു. നല്ല മാർക്കുണ്ടായിരുന്നു. അവൾ ലഡുവൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷിച്ചിങ്ങ് പോന്നു. അപ്പോൾ ഇന്ന് ഏകദേശം ക്ലാസ് ഇന്നും നാളെയും കൊണ്ട് കഴിയും. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ കുഞ്ഞീഷ്ണൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.